ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുമി ടേസ്റ്റി കിച്ചൺ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ നാടൻ ഫിഷ് കറി റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അപ്പോൾ ഇതിലേക്ക് വേണ്ടി ഞാൻ 1/2 കിലോ കേരമീനാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഏത് മീനാണെങ്കിലും ഈ ഒരു മെത്തേഡിൽ നമുക്ക് വെക്കാൻ വേണ്ടി എടുക്കാം. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് കേരമീനാണ്. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വെളിച്ചെണ്ണ ആവശ്യത്തിന്, പിന്നെ ഉലുവ, വറ്റൽമുളക്, തേങ്ങ ചിരണ്ടിയത്, പിന്നെ സാദാ മുളക് പൊടി, കശ്മീരി മുളക്, മഞ്ഞൾപ്പൊടി, ഉലുവ പൊടിച്ചത് അത് ലാസ്റ്റ് ഇടാം നമുക്ക്. പിന്നെ വേണ്ടുന്നത് തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, 2 കുഞ്ഞുള്ളി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് തേങ്ങ അരയ്ക്കുന്ന സമയത്ത് ചേർക്കാനായിട്ട്. സ്റ്റൗ കത്തിക്കുക, ചട്ടി അടുപ്പത്ത് വെക്കുക, ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഉലുവ ഇട്ട് കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം പാകത്തിലുള്ള ഉലുവ ഇടുക. ഉലുവ പൊട്ടി വരുന്ന സമയത്ത് വറ്റൽമുളക് 2 ഇടും. എന്നിട്ട് അത് നന്നായി ചൂടായി വന്ന ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കറിവേപ്പില ഇടുക. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, അങ്ങനെയുള്ള സാധനങ്ങളിട്ട് ഒന്ന് വഴറ്റുക. ആവശ്യത്തിനുള്ള ഉപ്പ് കറക്റ്റ് നിങ്ങൾ ഇടുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഞാൻ ഈ കഷ്ണം മീനുകളൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ അത് കഷ്ണം മീനിൽ മാത്രം ഞാൻ മുരിങ്ങയ്ക്ക സെറ്റ് ചെയ്യാറുണ്ട്, കട്ട് ചെയ്ത് അത് ഇടാറുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അതിന് വല്ലാത്തൊരു ടേസ്റ്റാണ്. നിങ്ങൾ ഇതുവരെ നിങ്ങളങ്ങനെ ഇട്ട് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ മുരിങ്ങയ്ക്കായ ഇട്ട് ഒന്ന് മീൻകറി വെച്ച് നോക്കുക. കഷ്ണം മീനുകളിൽ മാത്രമേ ഞാൻ അങ്ങനെ വെക്കുന്ന ടൈമിൽ ഇത് ഉപയോഗിക്കാറുള്ളൂ. അതിന് വല്ലാത്തൊരു ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും അതൊന്ന് യൂസ് ചെയ്ത് തന്നെ നോക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ കുടംപുളി വെച്ചിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് കുടംപുളി ഇതിലോട്ട് ഇടുക. എന്നിട്ടൊന്ന് നന്നായിട്ട് ഒരു തിള വരട്ടെ. നമുക്ക് ആ സമയം കൊണ്ട് അടുത്ത പ്രോസസ്സിലോട്ട് പോകാം. ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അരമുറി തേങ്ങ ചിരണ്ടിയത് നമ്മൾ അതിലോട്ട് ഇടുക. അതിനുശേഷം നമ്മൾ 2 കഷ്ണം ചെറുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഈ തേങ്ങയുടെ കൂടെ തന്നെ ഇടുക. അതിനുശേഷം നമ്മൾ സാദാ മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂണാണ് സാദാ മുളക് പൊടി. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കശ്മീരി മുളക് 1/4 ടീസ്പൂൺ. ഇത്രയും കൂടെ മിക്സ് ചെയ്ത് ആ തേങ്ങയിലോട്ട് ഇടുക. അതിനുശേഷം പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് ഈ കൂട്ടൊന്ന് അടിച്ച് റെഡിയാക്കി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ മുരിങ്ങക്കായ എല്ലാം നന്നായിട്ട് വെന്ത് നല്ല രീതിയിൽ തിള വന്നിട്ടുണ്ട്. ഈ അരച്ചു വെച്ചേക്കുന്ന കൂട്ട് പാകത്തിന് വെള്ളവുമായി ചേർത്ത് ചട്ടിയിലോട്ട് ഒഴിക്കുക. പാകത്തിന് വെള്ളം നമ്മുടെ കണക്കിന് ആവശ്യത്തിനുള്ള വെള്ളം എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഒഴിക്കുക. അതിനുശേഷം നന്നായിട്ട് അടച്ചു വെച്ച് ഇത് നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. കൂട്ട് നന്നായിട്ട് തിള വന്നതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചട്ടിയിലോട്ട് ഇടുക. ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി ചട്ടി നന്നായിട്ട് മൂടി വയ്ക്കുക. നല്ലപോലെ തിളച്ച് അത്യാവശ്യം നന്നായിട്ടൊന്ന് പാകത്തിന് വറ്റി വരുന്ന ടൈമിൽ നമ്മൾ ഉലുവ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഒരു ശകലം, ഒരു കുഞ്ഞു ടേബിൾ സ്പൂണിൻ്റെ ഒരു പകുതി മതി. അത് നമ്മൾ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന മീൻകറിയിലോട്ട് ആ ഉലുവ പൊടി, വല്ലാത്തൊരു സ്മെല്ലാണ് കേട്ടോ ആ ടൈമിലൊക്കെ വരുന്നത്. മുരിങ്ങക്കായുടെയും കുടംപുളിയുടെയും ഉലുവയുടെയും ഒക്കെ മണം വരുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റാണ്. നിങ്ങളിത് എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ടേസ്റ്റും അതിൻ്റെ ആ ഒരു ഫീൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഏറ്റവും മേളിലായിട്ട് ഇടുക. ഞാൻ അവസാനം സാധാ ഏത് മീൻകറി ഉണ്ടാക്കിയിരുന്നാലും ലൈറ്റായിട്ട് നാടൻ നമ്മുടെ ഈ വെളിച്ചെണ്ണ ലാസ്റ്റ് അതിൻ്റെ മേളിലൊന്ന് തൂകാറുണ്ട്. ഇത്രയാണ് നമ്മുടെ മീൻകറിയുടെ പ്രോസസ്സ്. എല്ലാവരും ഈ മീൻകറി ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറിയാണ്. നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഉറപ്പാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അതിനോടൊപ്പം തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ താങ്ക് യു. നെക്സ്റ്റ് ഒരു വീഡിയോയുമായി നമുക്ക് കാണാം. ബൈ.